ഉത്തരേന്ത്യയിൽ ശക്തമായ മഴയാണ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും പെയ്ത മഴ ഇടിമിന്നലും അതുപോലെ തന്നെ ആലിപ്പഴവും വർഷിക്കുകയും ചെയ്തു. ഏകദേശം 47 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൊടുംചൂടിൽ നിന്ന് ആശ്വാസമായിരുന്നു ഈ മഴ. എന്നാൽ ബീഹാർ, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ് എന്നിവിടങ്ങളിലായി മഴയുമായി ബന്ധപ്പെട്ട് ഏകദേശം 50 പേർ കൊല്ലപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടായി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബീഹാറിൽ ഇടിമിന്നലും ആലിപ്പഴ കാറ്റിലും ഏകദേശം 25 പേർ മരിച്ചു കഴിഞ്ഞു. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നുള്ളതും ശ്രദ്ധേയമാണ്. നിരവധി ജില്ലകളിലായി ഇടിമിന്നലും ആലിപ്പഴ വർഷവും മൂലം ഏകദേശം 25 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പ്രകാരം നളനന്ദയിൽ 18 മരണങ്ങളും സിവാനിയിൽ 2 മരണങ്ങളും കതിഹാർ, ദർഭംഗ, ബഗുസാരായി, ബഗൽപൂർ, ജഹാനാബാദ് എന്നിവിടങ്ങളിലായി ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രി നിതീഷ് കുമാർ 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. എന്നാൽ മരണസംഖ്യ 50-ൽ കൂടുതലാണെന്നാണ് RJD നേതാവ് തേജസ്വി യാദവ് അവകാശപ്പെട്ടത്. ദുരിതബാധിതരായ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് സംസ്ഥാനത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ദർഭംഗ, നളന്ദ, പട്ന എന്നിവയുൾപ്പെടെയുള്ള സംസ്ഥാനത്തെ നിരവധി ജില്ലകളിൽ ഇപ്പോഴും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെള്ളി, ശനി ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്ക് തന്നെയുള്ള സാധ്യതയുണ്ടെന്ന് പ്രവചിക്കപ്പെട്ടു കഴിഞ്ഞു. വ്യാഴാഴ്ച വൈകുന്നേരം 5:30 വരെ പട്നയിൽ 42.6 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇത് പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടിന് കാരണമായി എന്നാണ് വിദഗ്ധർ പറയുന്നത്. 2025 ഏപ്രിൽ 10 വ്യാഴാഴ്ച റാഞ്ചിയിൽ ശക്തമായ കാറ്റും മഴയ്ക്കും ഇടയിൽ യാത്രക്കാർ റോഡ് മുറിച്ചു കടന്നപ്പോൾ ഉത്തർപ്രദേശിൽ മരണപ്പെട്ടത് ഏകദേശം 22 പേരായിരുന്നു. ഉത്തർപ്രദേശിലെ 15 ജില്ലകളിലായി മഴക്കെടുതിയിൽ ഏകദേശം 22 പേർ മരിച്ചു കഴിഞ്ഞു. ഫത്തേപൂർ, അസംഗഡ് എന്നിവിടങ്ങളിൽ 3 മരണങ്ങൾ വീതവും ഫിറോസാബാദ്, കാൺപൂർ, ദേഹത്ത്, സീതാപൂർ എന്നിവിടങ്ങളിൽ 2 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസിപൂർ, ഖോണ്ട, അമേഠി, സന്ത് കബീർ നഗർ, സിദ്ധാർത്ഥ നഗർ, ബല്ലിയ, കനൌജ്, ബരാംബങ്കി, ജൗൻപൂർ, ഉന്നാവോ എന്നിവിടങ്ങളിൽ ഓരോ മരണവും റിപ്പോർട്ട് ചെയ്തു. ദുരിതാശ്വാസ നടപടികൾ വേഗത്തിലാക്കാനും അടുത്ത ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉറപ്പിക്കാനും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സർക്കാരിനോട് നിർദ്ദേശം നൽകി. വിളനാശം വിലയിരുത്തുക, ഗോതമ്പ് സുരക്ഷിതമായി സൂക്ഷിക്കുക, വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ഉടനടി വെള്ളം ഒഴുകിപ്പോകാൻ അനുവദിക്കുക എന്നിവയും അദ്ദേഹം സ്ട്രിക്റ്റായിട്ട് ആക്ഷൻ എടുക്കുകയും ചെയ്തു കഴിഞ്ഞു. 2025 ഏപ്രിൽ 10 കഴിഞ്ഞ വ്യാഴാഴ്ച ന്യൂഡൽഹിയിൽ പൊടിക്കാറ്റിനിടെ നടന്ന അപകടത്തിൽ ഏകദേശം 4 പേർക്കാണ് പരിക്കുകൾ സംഭവിച്ചത്. ജാർഖണ്ഡിൽ ഇടിമിന്നലിൽ 4 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 3 മുതിർന്ന പൗരന്മാർക്ക് പൊള്ളലേറ്റു. ധൻബാദ്, ഹസാരിബാഗ് എന്നിവിടങ്ങളിലെ ചില ഭാഗങ്ങളിൽ കനത്ത മഴയും ആലിപ്പഴ വർഷവും ഉണ്ടായിക്കഴിഞ്ഞു. വിളകളിൽ വലിയ നാശനഷ്ടവും മരങ്ങൾ കടപുഴകി വീണു. ഡാൾട്ടൻഗഞ്ചിയിൽ 31.8 മില്ലിമീറ്റർ മഴയും റാഞ്ചിയിൽ 7.6 മില്ലിമീറ്റർ മഴയുമാണ് രേഖപ്പെടുത്തിയത്. അടുത്ത 6 ദിവസത്തേക്ക് ഡൽഹിയിൽ ചൂട് കൂടില്ല എന്നുള്ളതും മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ മഴയ്ക്ക് ശേഷം ഉഷ്ണതരംഗത്തിന്റെ തീവ്രത ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. രാജ്യത്ത് തലസ്ഥാനത്ത് നേരിയ മഴയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. എന്നാൽ ഉടൻ തന്നെ ഇത് കേരളത്തിലേക്ക് എത്തുമോ എന്നുള്ളൊരു കാര്യവും സംശയാസ്പദമായി നിലനിൽക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിലുണ്ടാകുന്ന തീവ്ര ന്യൂനമർദ്ദം കേരളത്തിലേക്ക് ഈ കൊടുങ്കാറ്റിനെയും അതുപോലെ തന്നെ ഇടിയും മിന്നലിനെയും കൊണ്ടുവരാനുള്ള സാധ്യത ഉണ്ടായാൽ കേരളം ഇനി ഒരു പ്രളയം നേരിടേണ്ട സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതും നമ്മൾ വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാൽ ജൂൺ, ജൂലൈ മാസങ്ങളിൽ പെയ്യേണ്ട മഴ ഇപ്പോൾ മാർച്ച്, ഏപ്രിൽ മാസങ്ങളിലാണ് പെയ്യുന്നതെങ്കിൽ അത് നമുക്ക് വലിയ അപകടം ഉണ്ടാക്കാനുള്ള കാരണമായി മാറും.